കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി BJP-യിലേക്ക് പോകുന്നതോടുകൂടി കെ എം മാണി നട്ടുവളർത്തിയ സ്വപ്നം ചീട്ട് കൊട്ടാരം പോലെ നിലംപതിക്കുകയാണ്. കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ഇനി ഓർമ്മയിൽ മാത്രം എന്ന രീതിയിലേക്ക് തകർന്നടിയാൻ പോവുകയാണ്. PJ ജോസഫിൻ്റെ പാർട്ടി, അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, യഥാർത്ഥ കേരള കോൺഗ്രസ്സായി മാറുകയും അതിൽ കൂടുതൽ നിയമസഭാ സാമാജികർ എത്തുകയും ചെയ്യും. ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം നിൽക്കുന്ന, അതായത് ജോസ് കെ മാണി പാർട്ടി ചെയർമാനായ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന വിഭാഗത്തിൽ 5 MLA-മാരാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇടുക്കിയിൽ നിന്നുള്ള റോഷി അഗസ്റ്റിനാണ് അവരുടെ ക്യാബിനറ്റ് മന്ത്രി. റോഷിയെ കൂടാതെ N ജയരാജും പ്രമോദ് നാരായണനും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളുമാണ് മറ്റ് സാമാജികർ. എന്നാൽ ജോബ് മൈക്കിളും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ഇതിനോടകം തന്നെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാൻ ആഗ്രഹം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ പ്രബല വിഭാഗമായി മാറും. കാരണം PJ ജോസഫും മോൻ ജോസഫും മാത്രമാണ് നിലവിൽ ജോസഫ് ഗ്രൂപ്പിൽ ജയിച്ച നേതാക്കൾ. PJ ജോസഫ് തൊടുപുഴയിൽ നിന്നും മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ നിന്നുമാണ് ജയിച്ചത്. ഇവരെ കൂടാതെയായിരിക്കും നിലവിൽ പൂഞ്ഞാർ MLA ആയ കുളത്തുങ്കലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി MLA ആയിട്ടുള്ള ജോബ് മൈക്കിളും എത്തുന്നത്. എന്നാൽ BJP-യോടൊപ്പം ചേക്കേറാൻ പ്രമോദ് നാരായണനും N ജയരാജും തയ്യാറാകും. അതോടുകൂടി ജോസ് കെ മാണി അവതാളത്തിലാകും. വാസ്തവത്തിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് ജോസ് കെ മാണിയുടെ കളി. കാരണം അദ്ദേഹത്തിന് അറിയാം കേരള രാഷ്ട്രീയത്തിൽ ഇനി വലിയ സ്കോപ്പൊന്നുമില്ല. റോഷി ഇപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറുകയാണ്. റോഷിക്ക് മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ വയ്യ. എന്നാൽ BJP-യിലോട്ട് ചേക്കേറാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചാൽ ചെറിയ താല്പര്യം ഉണ്ട് താൻ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി കാലാവധി പൂർത്തിയായതിനു ശേഷം ഉചിതമായ തീരുമാനം എന്ന രീതിയിലാണ് റോഷിയും നിലപാട് കടുപ്പിക്കാതെ ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നത്. റോഷിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുമായുള്ള പഴയ സൗഹൃദമൊന്നുമില്ല. ഉൾപാർട്ടി ജനാധിപത്യമൊന്നും ആ രാഷ്ട്രീയ പാർട്ടിക്കകത്തില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് പാർട്ടിയെ പിടിച്ചടക്കാൻ ജോസ് കെ മാണി കാണിച്ച കുതന്ത്ര വിദ്യകൾ. കെ മാണിയുടെ മരണത്തിന് ശേഷം സ്വാഭാവികമായും പാർട്ടി വർക്കിംഗ് ചെയർമാനായ PJ ജോസഫ് ആയിരുന്നു ചെയർമാൻ പദവിയിലേക്ക് എത്തേണ്ടത്. എന്നാൽ അത്യാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം മൂത്ത് ജോസ് കെ മാണി വലിയ രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് പാർട്ടിക്കുള്ളിൽ നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി താൽക്കാലികമായി പാർട്ടി ഔദ്യോഗിക ചിഹ്നവും സ്ഥാനവുമെല്ലാം കോടതി വഴി നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. എന്നാൽ ജനങ്ങളുടെ കോടതി വലിയ തിരിച്ചടിയാണ് ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അവരുടെ സിറ്റിംഗ് സീറ്റായ കോട്ടയം പാർലമെൻറ്റിൽ പോലും ജോസ് കെ മാണി തകർന്നടിഞ്ഞു. ഇതോടുകൂടിയാണ് പാർട്ടിയിൽ നിന്നും പലരും രാജിവെച്ച് പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ ജോസ് കെ മാണി വിഭാഗത്തോട് ബൈ പറഞ്ഞത്. ഇത് മധ്യ തിരുവിതാംകൂറിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ്.